ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് ഒണിയൻ ഊത്തപ്പമാണ്. ഒരുപാട് നാളായിട്ട് മറന്നിരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒണിയൻ ഊത്തപ്പമുണ്ട്, ചമ്മന്തിയുണ്ട്, ചായയുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു നല്ല ഒരു ഐറ്റമാണ് ഒണിയൻ ഊത്തപ്പം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ദോശമാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഒരു സവാള നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാൻ. കനം കുറച്ച് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ കുത്തി അരിവല്ല, ഇതേപോലെ ഇത് കഴിക്കുക. ഒരു 2 പീസൊക്കെ ആക്കിയിട്ട്, അതായത് നടുക്കൂടെ ഒന്ന് മുറിച്ചിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ സാധാരണ ദോശയ്ക്ക് ഇരിക്കുന്നത് പോലെ ഇത്തിരി നെയ്യിട്ടിട്ട് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നെയ്യാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് നെയ്യൊന്നും നമ്മൾ എടുത്തിട്ടില്ല, ഓയിലൊന്നും എടുത്തിട്ടില്ല. എന്നിട്ട് ദോശമാവ് ഇതേപോലെ ഇത്തിരി കട്ടിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലും തട്ട് ദോശ പോലെയല്ല, ഇച്ചിരി കൂടിയൊന്ന് വലിപ്പത്തിന് ഇത്തിരി കട്ടിക്ക് ഒത്തിരി വേണ്ട, ഇത്തിരി കട്ടിക്ക് അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഉള്ളി ഇതിന്റെ മുകളിലോട്ട് ഇതുപോലെ ഒരേപോലെ വെച്ച് കൊടുക്കാം. ഒരേപോലെ ഇതുപോലെ പേത്താറി വെതറി എന്ന് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം. ഇത് ദോശമാവ് അങ്ങനെ വേവുന്നതിന് മുമ്പ് വേണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളിയെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് പോരും നമ്മൾ ദോശ മറിച്ചിടുമ്പോഴേ. അതിന് മേലെ ലേശം കൂടി നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇപ്പം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്നും പൊഴിഞ്ഞൊന്നും പോകുന്നില്ലല്ലോ ഉള്ളി. നമ്മൾ ഇതൊന്ന് തിരിച്ചിടാം. ഈ ഊത്തപ്പത്തിൽ വേണമെങ്കിൽ ഉള്ളിയുടെ ഒപ്പം പച്ചമുളക്, പിന്നെ അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയിലയൊക്കെ ഇടാം. ഇത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ മുളക് ഇടായിരുന്നു കേട്ടോ, ഞാൻ അതങ്ങ് വിട്ടുപോയി. ഉള്ളി മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നമ്മുടെ ഊത്തപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ട്, ചമ്മന്തി, ഊത്തപ്പം, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. വളരെ ഈസിയാണ്.